സാരിത്തുമ്പ് വിസയിൽ ന്യൂസിലാൻഡിലോട്ട് പോകാനിരിക്കുവാണോടാ എന്ന് ചോദിക്കുന്നവർക്കുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. കണ്ടു നോക്കാം. ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഞാൻ സാറിന് ചെയ്യാറുള്ള പോലത്തെ വീഡിയോ അല്ല. അതിനൊക്കെ കിടക്കുന്നതിന് മുമ്പ് വേറൊരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ഈ ഫേസ്ബുക്ക് പ്രൊഫൈൽ ഒരു 10-28 ദിവസം മുമ്പ് വരെ വളരെ കുറച്ച് ആളുകളുണ്ടായിരുന്നുള്ളൂ. 100-300 ഫ്രണ്ട്സ് ആകെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഈ കുറഞ്ഞ സമയം കൊണ്ട് എനിക്ക് ഒരുപാട് ഫോളോവേഴ്സ് ആയിട്ടുണ്ട്. ഒരു 10-12,000 പേര് എന്നെ ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കെല്ലാവർക്കും എൻ്റെ ഒരു പ്രത്യേക നന്ദിയുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഈ പേജ് എന്നെ ഇത്ര ഗ്രോ ചെയ്യാനായിട്ട് എന്നെ ടെക്നിക്കലി സഹായിച്ച എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്. ഇവിടെയുള്ള ആളാണ്, അനീഷ് ഫ്രാൻസിസ് എന്നാണ് ആളുടെ പേര്. ആളുടെ പ്രൊഫൈലിൻ്റെ പേജ് അവിടെ കൊടുത്തേക്കാം. ആളെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു കേട്ടോ. അയാൾ പറഞ്ഞു വന്ന വഴി ആണ് ഞാൻ എൻ്റെ കണ്ടൻറ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്തതും അതുപോലെ തന്നെ എൻ്റെ ഫോളോവേഴ്സിനെ എൻകറേജ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതും. എന്തായാലും ബിഗ് താങ്ക്സ് ടു അനീഷ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. വിഷയം വേറൊന്നുമല്ല, നമ്മുടെ ന്യൂസിലാൻഡിലോട്ട് വരാനിരിക്കുന്ന ഹസ്ബൻഡ് വിസയിൽ വരാനിരിക്കുന്ന സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. നോട്ട് ദ പോയിൻറ്റ്, ഹസ്ബൻഡ് വിസയിൽ വരാനിരിക്കുന്നവരുടെ. ഓക്കെ, ഏതായാലും നമുക്കെല്ലാവർക്കും അറിയാം, ഹസ്ബൻഡ് വിസയിൽ വരാതിരിക്കുന്ന ആൾക്കാരെ എല്ലാവരും കളിയാക്കുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ സാരിത്തുമ്പ് വിസയിലാണ് പോടുന്നത് അല്ലേ? അവർക്കുള്ള മറുപടിയും കൂടിയാണ്. ചെക്ക് ഇറ്റ് ഔട്ട്. ഓക്കെ, അപ്പം നമുക്കെല്ലാവർക്കും അറിയാം, ന്യൂസിലാൻഡ് എന്ന രാജ്യത്തിലോട്ട് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, പ്രത്യേകിച്ച് മലയാളികൾ. അതിൽ കൂടുതൽ ആൾക്കാരും നേഴ്സുമാരായിട്ടാണ് വരുന്നത്. ഭാര്യമാരായിരിക്കും നേഴ്സുമാർ, ഭർത്താക്കന്മാർ ചിലപ്പോൾ നാട്ടിൽ വേറെ ഏതെങ്കിലും ജോലി ചെയ്യുന്നവരായിരിക്കും, ചിലപ്പോൾ നല്ല ജോലി ചെയ്യുന്നവരായിരിക്കും. എനിക്ക് ഒരുപാട് പേരെ അറിയാം, പോലീസായിട്ട് ജോലി ചെയ്തവരുണ്ട്, അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലി ചെയ്തവരുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് കമ്പനികളിൽ ജോലി ചെയ്തവരുണ്ട്. അങ്ങനെ ഒരുപാട് പേര് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് വന്നു കഴിയുമ്പോൾ അവർക്ക് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുന്ന എല്ലാവർക്കും അറിയാം. കാരണം നാട്ടിൽ ചിലപ്പോൾ നല്ല സാലറി ഉണ്ടാകുന്നവരായിരിക്കും. ഇവിടെ വന്നിട്ട് ഇനി അവർ എന്ത് ചെയ്യുമെന്ന് ആകപ്പാടെ വിഷമിച്ച് നിൽക്കുന്നവരും ഉണ്ടായിരിക്കാം. അവരാരും പേടിക്കണ്ട കേട്ടോ. നിങ്ങൾക്കുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ കാത്തിരിപ്പുണ്ട്. ഞാനത് പറഞ്ഞുതരാം. ഓക്കെ, അങ്ങനെ വരുന്നവരിൽ ഏറ്റവും ആദ്യം ചെയ്യാൻ പറ്റുന്ന ജോലി എന്ന് പറയട്ടെ, ഡ്രൈവിങ്. ഊബർ ഡ്രൈവിങ് വളരെ നല്ല ജോലിയാണ് കേട്ടോ. പെട്ടെന്ന് എളുപ്പം കിട്ടുന്ന ജോലിയാണ്. കാരണം നാട്ടിൽ നിന്ന് വരുന്ന ഒരു 99% ആൾക്കാർക്കും ഡ്രൈവിംഗ് അറിയാമായിരിക്കുമല്ലോ. നാട്ടിൽ ഇന്ത്യൻ ലൈസൻസ് കൊണ്ട് നമുക്ക് ഇവിടെ 1 വർഷം വണ്ടി ഓടിക്കാം. ആ 1 വർഷത്തിനുള്ളിൽ നമുക്ക് ഇവിടുത്തെ ലൈസൻസ് എത്താൽ മതി. ഇതറിയാവുന്ന ഒരുപാട് പേരുണ്ടായി കേട്ടോ. അവർക്കുള്ള വീഡിയോ അല്ല. പൊക്കോ. അടുത്തത് നമ്പർ 2, രണ്ടാമത്തെ ജോലി സാധ്യതയാണ് ന്യൂസിലാൻഡിൽ നമുക്ക് ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ട് ജോലി കിട്ടും. വളരെ പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ. ഏതായാലും ഹസ്ബൻഡുമാർ വരുന്നത് വർക്ക് വിസയിലായിരിക്കുമല്ലോ, അവർക്ക് കിട്ടാവുന്ന ഒരു ജോലിയാണ് ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റ്. അതായത് ഇവിടുത്തെ ഓൾഡ് ഏജ് ഹോമുകളിൽ ഒരുപാട് പ്രായമായിട്ടുള്ള അച്ഛനമ്മമാരൊക്കെ ഉണ്ട്. അവർ നോക്കുന്ന ജോലിയാണ് ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ. അതായത് നമ്മുടെ നേഴ്സുമാരെ ഹെൽപ്പ് ചെയ്യുക. അത് വളരെ മോശം ജോലിയാണെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ അത് അങ്ങനെയല്ല കേട്ടോ. നമുക്കും പ്രായമായ അച്ഛനമ്മമാരുണ്ട്. അവരെ നമ്മൾ എങ്ങനെ നോക്കുന്നു അതുപോലെ തന്നെ നോക്കിയാൽ നമുക്ക് നല്ല ക്യാഷ് കിട്ടും. അത് നല്ലൊരു പുണ്യം നിറഞ്ഞൊരു ജോലിയാണെന്നാണ് കേട്ടോ എൻ്റെ അഭിപ്രായം. അടുത്ത നമ്പർ 3, ന്യൂസിലാൻഡ് പോലീസിൽ ജോലി കിട്ടും. സത്യം കിട്ടും. പക്ഷേ അതിന് കുറച്ച് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഉടനെ വന്ന വഴി കിട്ടത്തൊന്നുമില്ല. ഞാൻ നിങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കത്തൊന്നുമില്ല. കാരണം നമുക്ക് വരുമ്പോൾ വർക്ക് വിസയിൽ അങ്ങനെ ന്യൂസിലാൻഡ് പോലീസിൽ കയറാൻ പറ്റത്തില്ല. കുറച്ച് നാൾ കഴിഞ്ഞ് നമുക്ക് റെസിഡൻറ്റ് വിസ കിട്ടി കഴിയുമ്പോൾ, അതായത് പെട്ടെന്ന് തന്നെ കിട്ടുമല്ലോ. നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ നമുക്ക് റെസിഡൻറ്റ് വിസ കിട്ടും. പണ്ടത്തെ ക്രൈറ്റീരിയൻസ് അനുസരിച്ച് നമുക്കിവിടെ സിറ്റിസൺ ആയാലൊക്കെ ആയിരുന്നു നമുക്ക് പോലീസിൽ ജോയിൻ ചെയ്യാൻ പറ്റുമെന്നുള്ളൂ. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് റെസിഡൻറ്റ് വിസ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ന്യൂസിലാൻഡ് പോലീസിൽ അപ്ലൈ ചെയ്യാം. പക്ഷേ ന്യൂസിലാൻഡ് പോലീസിൽ കിട്ടണമെങ്കിൽ വേറൊരു കാര്യമുണ്ട്. ഇച്ചിരി ബിൽഡ് വേണം. ഞാൻ ഉദ്ദേശം എന്താണെന്നല്ലേ, അതായത് നമ്മുടെ നാട്ടിൽ പണ്ടത്തെ പോലീസുകാരുണ്ടല്ലോ, ഇപ്പം അങ്ങനെയല്ലെന്ന് തോന്നുന്നു. ഇപ്പോൾ ഒരുപാട് പേര് നല്ല കട്ടയായിട്ടുള്ളവരുണ്ട്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ വയറൊക്കെ ചാടി ഒന്ന് ഓടാൻ പറഞ്ഞാൽ ഓടാൻ പോലും പറ്റാത്ത രീതിയിലുള്ള പോലീസുകാർ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട്, ഇല്ലെന്നല്ല. അതും അങ്ങനത്തെ പരിപാടി ഇവിടെ ഇല്ല കേട്ടോ. ഇവിടെ നല്ല കട്ടയായിട്ടുള്ള ആൾക്കാർ മാത്രമേ അവർ ജോലിക്ക് എടുക്കുകയുള്ളൂ. അതുപോലത്തെ കഠിനമായിട്ടുള്ള ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട് കേട്ടോ. കഠിനമായി എന്ന് പറഞ്ഞാൽ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുമല്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അത്യാവശ്യം ആരോഗ്യമുള്ളവർക്ക് ചെയ്യാവുന്നുള്ളൂ. അതായത് 42 പുഷപ്പ് എടുക്കുക, കുറച്ച് പുള്ളപ്പ്, കുറച്ച് ഓടുക, കുറച്ചല്ല 2 കിലോമീറ്റർ ഓടണം, ഇത്ര സമയത്തിനുള്ള ഓടണം. അങ്ങനെ ചില ക്രൈറ്റീരിയകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അത് നമുക്ക് ചെറുതായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അതാണ് 3ാമത്തത്. അതിനകത്തൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി കേട്ടോ. വേറെ ഒന്നുമല്ല, ഇത് പല കേസ് ഓഫീസർമാരാണ് പലർക്കും കിട്ടണത്. ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്, ഞാൻ പറയാത്തൊരു കാര്യം. ഞാനും ഇതിനകത്ത് അപ്ലൈ ചെയ്യായിരുന്നു കേട്ടോ. എൻ്റെ ഏകദേശം എല്ലാം കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലാസ്റ്റ് സ്റ്റേജായിരുന്നു. എൻ്റെ ഫിസിക്കൽ ടെസ്റ്റിൻ്റെ അവിടെ വന്നിക്കുമായിരുന്നു. അതായത് എൻ്റെ എക്സാം, അതിൻ്റെ ഒത്തിരി സംഭവങ്ങൾ എൻ്റെ കഴിഞ്ഞായിരുന്നു കേട്ടോ. അവസാനത്തെ സ്റ്റേജ് ആയി കഴിഞ്ഞപ്പം എൻ്റെ കേസ് ഓഫീസർ ഒരു ഹിന്ദിക്കാരനായിരുന്നു. പുള്ളി പറയുകയാണ്, ഞാൻ 5 വർഷം ഇവിടെ ന്യൂസിലാൻഡിലാവണ ദിവസമാണ് എനിക്ക് ഫിസിക്കൽ ടെസ്റ്റിന് പോകാൻ പറ്റുള്ളൂ. ദൈവത്തിനറിയാം. ഏതായാലും ഞാൻ വെയിറ്റ് ചെയ്യണം. എൻ്റെ അതെല്ലാം ക്ലിയർ ആയിട്ടിരിക്കുകയാണ്. 5 വർഷം എൻ്റെ പൂർത്തിയാവുന്ന എനിക്ക് വേണമെങ്കിൽ അന്ന് എൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം. ബാക്കിയത്തെ എല്ലാം എൻ്റെ ഓൾറെഡി കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഞാനത് ജോയിൻ ചെയ്യുന്നില്ല കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ നേഴ്സായിട്ടുള്ളവർ ശരിക്കും പറഞ്ഞാൽ പോലീസായിട്ട് കയറാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ടത്തരാണ് കേട്ടോ. കാരണം വെച്ചാൽ നമുക്ക് പോലീസിന് കിട്ടുന്നതിനെക്കുറിച്ചും കൂടുതൽ ശമ്പളം നമുക്ക് നേഴ്സായിട്ട് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും.
അതായത് പോലീസിൻ്റെ ജോബിന് ഒരു മണിക്കൂറിന് എത്രയാണ് കിട്ടുന്നത്, അതിന് 10, 15, $20 നമുക്ക് കൂടുതൽ നമുക്ക് നേഴ്സായിട്ട് ജോലി ചെയ്താൽ നമുക്ക് കിട്ടും. പിന്നെ എന്തിനാ വെറുതെ റിസ്ക് എടുത്ത് പണിക്ക് പോകണേ അല്ലേ. പക്ഷേ നമ്മുടെ നേഴ്സ് അല്ലാതെ വരുന്ന നമ്മുടെ കൂട്ടുകാർക്ക് വേണമെങ്കിൽ നോക്കാവുന്ന കാര്യമാണ്. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അത്യാവശ്യം ശരീരത്തിലുള്ള ആരോഗ്യവും അത്യാവശ്യം കോൺഫിഡൻസും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ന്യൂസിലാൻഡ് പോലീസിലാവാം. ഓക്കെ. അടുത്ത നമ്പർ 4. എല്ലാ നാട്ടിലെ പോലെ തന്നെ നമുക്കിവിടെ ഒരുപാട് കടകളുണ്ട്. ഇന്ത്യക്കാരുടെ കടകളുണ്ട്, അതായത് നോർത്ത് ഇന്ത്യക്കാരുടെ ഉണ്ട്, നമ്മുടെ കേരളത്തിൻ്റെ കടകളുണ്ട്, അങ്ങനെ ഒരുപാട് സൂപ്പർ മാർക്കറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വർക്ക് വിസയിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെയൊക്കെ ജോലി എളുപ്പത്തിൽ കിട്ടും. കാരണം അവിടെ നമുക്ക് ഡെലിവറി ബോയ് ആയിട്ടോ അല്ലെങ്കിൽ സാധനങ്ങൾ എടുത്തു കൊടുക്കുന്ന ആളായിട്ടോ അവിടെ ക്ലീനറായിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് എവിടെ ഏതെങ്കിലും ഒരു കടയിൽ കയറി പറ്റും. വന്ന വഴി കിട്ടും നല്ല ടൈം പറഞ്ഞു. നമ്മൾ കുറച്ചൊക്കെ നോക്കണം. ആദ്യം വരുന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ ജോലി കയറാമെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. അങ്ങനെ കേട്ടോണ്ട് ആരും വരണ്ട. അപ്പം നമ്മൾ കുറച്ച് നാൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെയും വേണമെങ്കിൽ കിട്ടാം. ഓക്കെ. അടുത്ത നമ്പർ 5, 5ാമത്തെ ആണെന്നല്ലേ, ക്ലീനർ, ഹൗസ് കീപ്പിംഗ് ക്ലീനർ. ഇപ്പോൾ പലരുടെയും നെറ്റ് ജോലിയൊന്നുണ്ടാവും. ഹൗസ് കീപ്പിങ്ങോ അങ്ങനെയൊന്നും അല്ല കേട്ടോ. വളരെ നല്ല ജോലിയാണ്. കാരണം വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ളവർക്കാട്ടോ ഇതൊക്കെ വളരെ മോശപ്പെട്ട ജോലിയാണെന്ന് പറഞ്ഞാൽ. അതായത് ക്ലീനിങ്, അതുപോലെ തന്നെ ഈ പറഞ്ഞ ഊബർ ഓടിക്കാൻ പോകുന്നവർ, ഡ്രൈവറായിട്ട് പോകുന്നവർ, ഇതൊക്കെ നമ്മുടെ നാട്ടിലത്തെ ഒരു സംസ്കാരം വെച്ചാണ് ഇതൊക്കെ മോശം ജോലികളെന്ന് പറയുന്നത്. ഇവിടെ അങ്ങനെയല്ല കേട്ടോ. ഇവിടെ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫെസിലിറ്റിയുടെ ഏറ്റവും ടോപ്പിലിരിക്കുന്നയാളും അവിടെ ക്ലീൻ ചെയ്യാൻ വരുന്നയാളും അവർ നമ്മൾ ഒരു വ്യത്യാസം ഇവിടെ കാണിക്കത്തില്ല. അവരവരുടെ തോളത്ത് കേട്ടുകൊണ്ട് നടക്കത്തുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നാട്ടിലുള്ളൂ കേട്ടോ. നമ്മുടെ നാടിനെ മോശപ്പെട്ട് സംസാരിക്കുന്നതല്ല കേട്ടോ. നമ്മുടെ നാട് കഴിഞ്ഞിട്ടുള്ളൂ വേറെ എന്തും. പക്ഷേ ഇവിടുത്തെ ഒരു രീതി അങ്ങനെയാണ്. ഇവിടെ അങ്ങനെ താഴ്ന്ന ജോലിയൊന്നോ വലിയ ജോലിയൊന്നൊന്നുമില്ല. താഴ്ന്ന ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവന് സാലറി ഒന്നും കുറവൊന്നും അല്ല കേട്ടോ. അതായത് ഇവിടുത്തെ ഗവൺമെൻറ് നിശ്ചയിച്ച ഒരു മിനിമം പേ ഉണ്ട്, അതെല്ലാവർക്കും കിട്ടും. അതിപ്പോൾ അവിടുത്തെ തൂപ്പുകാരാണെങ്കിലും ശരി, അവിടുത്തെ ഏറ്റവും വലിയ CEO ആണെങ്കിലും ശരി, അവർക്കെല്ലാവർക്കും ഒരു മിനിമം പേയ്മെൻറ്റ് ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുണ്ട്. അതനുസരിച്ച് അവർക്ക് പേയ്മെൻറ്റ് കിട്ടും. നമ്പർ 6 ഏതാണെന്നല്ലേ, ലോണ്ട്രി അസിസ്റ്റൻറ്റ്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, നമ്മുടെ ഓൾഡ് ഏജ് ഹോമുകളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലുകളിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ലോണ്ട്രി അസിസ്റ്റൻ്റായിട്ട് ജോലി കിട്ടും. ലോണ്ട്രി അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ നമ്മൾ നാട്ടിലെ പോലെ തുണി അലക്കാൻ പോകുന്നും വേണ്ട കേട്ടോ. പാടത്ത് കൊണ്ടുപോയി തുണി അലക്കി വിരിച്ചുണങ്ങുമൊന്നും അല്ല കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് അവിടെ നമ്മുടെ തുണികളെല്ലാം കൂടെ കൂടി മെഷീനുണ്ട്, എല്ലാത്തിനും മെഷീനുണ്ട്. അതായത് അലക്കാനുള്ളതും ഉണക്കാനുള്ളതും എല്ലാം കൂടെ ഉള്ള മെഷീനുണ്ട്. അപ്പോൾ നമ്മളത് അവിടെ പോയിട്ട് നമ്മളത് ചെയ്ത് വെച്ചാൽ മതി. എന്നിട്ട് അതെല്ലാം കഴിയുമ്പോൾ നമ്മളത് ഫോൾഡ് ചെയ്ത് അവിടെ വെച്ചാൽ അത് കൊണ്ടുപോകാൻ വേറെ ആൾ വന്നോളൂ. അതാണ് ലോണ്ട്രി അസിസ്റ്റൻറ്റ്. അതും നല്ല ജോലിയാണ്, നല്ല സാലറി ഉള്ള ജോലി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് 5-6 പറഞ്ഞിട്ടുള്ളൂ. ഇതല്ലാതെ വേറെ ഒരുപാട് സാധ്യതകളുണ്ട്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എല്ലാം പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഈ വീഡിയോ ഭയങ്കര നീണ്ടുപോകും. അപ്പോൾ ഒരുപാട് സാധ്യതകളുണ്ട്. ഇങ്ങനെ വരാനിരിക്കുന്നവരാരും നിരുത്സാഹപ്പെടേണ്ട ആവശ്യമില്ല. മറ്റുള്ളവർ പറയുന്നത് കേട്ട് നിങ്ങൾ മോശമാണ്, സാരിത്തുമ്പ് വിസയാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ വെറുതെ വിഷമിക്കാൻ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടുന്നത്. എല്ലാവർക്കും കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി അല്ല. ഇങ്ങനെ പറഞ്ഞു നടക്കുന്നവരൊക്കെ ചിലപ്പോൾ നാട്ടിൽ തെണ്ടി തിരിഞ്ഞ് നടക്കുന്നവരായിരിക്കും. അവർ പറയണതൊക്കെ പൊട്ടേതൊക്കെയാണ്. എന്നിട്ട് നിങ്ങൾ ധൈര്യമായിട്ടും കയറിപ്പോരെ. ഓക്കെ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ കൂട്ടുകാരെ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോ, കുഴപ്പമില്ല. ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണുന്നവരെ വണക്കം.